ഒരു ഡ്രാഗൺ ചെടി നട്ടുകഴിഞ്ഞാൽ 6-ാം മാസം മുതൽ ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിത്തുടങ്ങുമെന്നത് ഏവർക്കും അറിവുള്ള കാര്യമാണല്ലോ. വീടുകളിൽ പിടിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഏറെ മധുരമുള്ളതും നിറയെ നാച്ചുറലായ ആന്റി ഓക്സിഡന്റ് നിറഞ്ഞതുമാണ്. ഒരു സീസണിൽ മെച്ചൂറായ ഒരു ഡ്രാഗൺ ചെടിയിൽ നിന്നും 20 കിലോയോളം ഡ്രാഗൺ പഴങ്ങൾ കിട്ടുന്നതാണ്. എന്നാൽ ഡ്രാഗൺ വളർത്താനായി കോൺക്രീറ്റ് ബീം വേണ്ടിവരുന്നതും മറ്റ് അനുബന്ധന ചിലവുകളും പ്രയാസങ്ങളും ഡ്രാഗൺ ചെടി നടാൻ ആഗ്രഹിക്കുന്നവരെ പിന്നിലേക്ക് വലിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് ഇൻഡിമസ് ഇന്നോവേറ്റീവ്സ് എന്ന സ്റ്റാർട്ടപ്പ് നൂതനമായ ഡ്രാഗൺ സ്മാർട്ട് കെയർ സിസ്റ്റം പരിചയപ്പെടുത്തുന്നത്. ഈ സിസ്റ്റം ഉപയോഗിച്ച് ഡ്രാഗൺ ചെടിയെ HDP ബാഗുകൾ, ഡ്രമ്മുകൾ, ക്ലേ പോട്ടുകൾ, പ്ലാസ്റ്റിക് പോട്ടുകൾ, HDP പോട്ടുകൾ, പെയിന്റ് ബക്കറ്റുകൾ, പാഴാക്കി കളയുന്ന അരിച്ചാക്കുകൾ എന്നിവയിലെല്ലാം വളർത്താവുന്നതാണ്. ആദ്യം HDP ബാഗിൽ എങ്ങനെയാണ് ഡ്രാഗൺ ചെടി നടുന്നതെന്ന് നോക്കാം. ആദ്യമായി സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലത്ത് തന്നിരിക്കുന്ന ട്രേ വെക്കുക. തുടർന്ന് അതിനു മുകളിലേക്ക് ബാഗ് വെക്കുകയും അതിന്റെ മധ്യഭാഗത്തായി ഒരു ഹോളിട്ടതിനു ശേഷം തന്നിരിക്കുന്ന പൈപ്പ് ഹോൾഡർ അതിലേക്ക് വെച്ച് അതിൽ 2 ഇഞ്ചിന്റെ പൈപ്പ് കുത്തി നിർത്തുകയും ചെയ്യുക. തുടർന്ന് ടോപ്പ് ഹോൾഡർ പൈപ്പിന് മുകളിലേക്ക് പിടിപ്പിക്കുക. വെർജിൻ മെറ്റീരിയൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പൈപ്പ് ഹോൾഡർ 100 കിലോയിലധികം വെയിറ്റ് താങ്ങാൻ കഴിയുന്ന തരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 10 വർഷത്തെ വാറണ്ടിയും 20 കൊല്ലത്തോളം ഈടും ഈ ഹോൾഡറിന് നൽകുന്നുണ്ട്. തുടർന്ന് ബാഗിലേക്ക് മണ്ണിട്ട് ഡ്രാഗൺ ചെടി നടാവുന്നതാണ്. 5 കൊല്ലത്തിന് ശേഷം ബാഗ് നശിച്ചു പോയാൽ പുതിയൊരു ബാഗ് വാങ്ങി 2ആയി മുറിച്ച് ഈ രീതിയിൽ ഒരു വെൽക്രോ പിടിപ്പിച്ച് വീണ്ടും ഇങ്ങനെ കവർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ എത്ര വർഷങ്ങൾ വരെയും ബാഗിൽ ഡ്രാഗൺ കൃഷി തുടരാവുന്നതാണ്. ഡ്രാഗൺ കൃഷി ചെയ്യുവാനായി കൂടുതൽ എൻക്വയറി വന്നിരിക്കുന്നത് 18 ഇഞ്ചിന്റെ പോട്ടിലായതിനാൽ 250 രൂപ വിലയുള്ള ഒരു 18 ഇഞ്ചിന്റെ പോട്ടിൽ എളുപ്പം കൃഷി ചെയ്യാവുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. ചെറിയ 4 ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്യുന്ന വിളവ് ഒരു വലിയ പോട്ടിൽ കൃഷി ചെയ്താൽ ലഭിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ആദ്യമായി നല്ല വെയിലുള്ള സ്ഥലത്ത് ട്രേ വെക്കുകയും തുടർന്ന് പോട്ട് അതിന് മുകളിലേക്ക് വെക്കുകയും ചെയ്യുക. പച്ചയും കറുപ്പുമുള്ള 2 ഹോൾഡറുകൾ നിങ്ങളുടെ പാക്കറ്റിലുണ്ടാകും. അതിൽ നിന്നും പച്ച കളറുള്ള ഹോൾഡർ ഈ രീതിയിൽ വെക്കുക. തുടർന്ന് അതിലേക്ക് ചെറിയ കല്ലുകളോ ഓടിൻ്റെ ചെറിയ കഷ്ണമോ 1 ഇഞ്ചിൽ നിറയ്ക്കുക. ഇങ്ങനെ കല്ലുകൾ അടിയിൽ നിറയ്ക്കുന്നത് വെള്ളം പോട്ടിൽ കെട്ടി നിൽക്കാതെ വളരെ വേഗം ഒലിച്ചു പോകാൻ സഹായിക്കും. വെള്ളം കെട്ടി നിന്നാൽ വളരെ വേഗം ചെടി നശിച്ചു പോകുന്നതുമാണ്. തുടർന്ന് 2 ഇഞ്ച് വലിപ്പമുള്ള PVC പൈപ്പ് ഹോൾഡറിലേക്ക് കുത്തി നിർത്തുക. അതിനുശേഷം വളം മിക്സ് ചെയ്ത മണ്ണ് നിറയ്ക്കാവുന്നതും വേര് പിടിച്ച ചെടി നടാവുന്നതുമാണ്. വേര് പിടിച്ചിട്ടില്ലാത്ത ഡ്രാഗൺ ചെടി ഒരിക്കലും നേരിട്ട് വളം നിറച്ച പോട്ടിലേക്ക് നടരുത്. അങ്ങനെ നട്ടാൽ ചെടിയുടെ അടിഭാഗം പെട്ടെന്ന് അഴുകി നശിച്ചു പോകുന്നതാണ്. നിങ്ങൾക്ക് വേര് പിടിക്കാത്ത ഒരു ഡ്രാഗൺസ് കട്ടിങ്സ് ലഭിച്ചാൽ ഏതെങ്കിലും വെയിൽ കുറഞ്ഞ സ്ഥലത്ത് കട്ടിങ്സ് വെറുതെ ചാരി വെച്ചാൽ 2 ആഴ്ച കൊണ്ട് വേര് പിടിച്ച് കിട്ടുന്നതാണ്. അത് വേണം പിന്നീട് വളം നിറച്ച പോട്ടിലേക്ക് മാറ്റി നടുവാൻ. ഇനി പാക്കറ്റിൽ നിന്നും ലഭിച്ച കറുത്ത കളറുള്ള ഹോൾഡർ PVC പൈപ്പിൻ്റെ മുകളിലേക്ക് വെക്കാവുന്നതാണ്. കളറുകൾ മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. സെൻട്രൽ ഹോൾഡർ പിടിപ്പിച്ചാൽ അതിലേക്ക് അലുമിനിയത്തിൻ്റെ 1 ഇഞ്ച് വലിപ്പമുള്ള ഒരു പൈപ്പ് വാങ്ങി ആ പൈപ്പിനെ 3 അടി വീതമുള്ള 4 തുല്യമായ പീസുകളായി മുറിച്ച് ഹോൾഡറിലേക്ക് കുത്തി നിർത്താം. വിലക്കുറവുള്ള സ്ക്വയർ അലുമിനിയം പൈപ്പോ അല്ലെങ്കിൽ റൗണ്ട് പൈപ്പോ ഇതിനായി ഉപയോഗിക്കാം. ചെടി ശക്തമായ കാറ്റിൽ മറിഞ്ഞു വീഴാതെയും വളർന്ന ചെടി ചരിഞ്ഞു പോകാതെയും ഇത് സംരക്ഷിക്കും. ഇനി നിങ്ങൾ വാങ്ങിയിരിക്കുന്ന 18 ഇഞ്ചിൻ്റെ പോട്ട് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ നശിച്ചു തുടങ്ങിയാൽ പോട്ട് വാങ്ങിയ അതേ ഷോപ്പിൽ നിന്ന് തന്നെയോ അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്നോ നേരിട്ടോ ഇതിൻ്റെ ലോക്കിംഗ് പോട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ലോക്കിംഗ് പോട്ട് 2 സൈഡിൽ നിന്നും ചിത്രത്തിൽ കാണുന്നത് പോലെ നശിച്ചു തുടങ്ങിയ പഴയ പോട്ടിനെ ലോക്ക് ചെയ്ത് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ എത്ര കൊല്ലം വേണമെങ്കിലും പഴയ ചെടിയെ അനക്കാതെ തന്നെ കൃഷി തുടരാവുന്നതാണ്. പലർക്കും പാക്കറ്റിനൊപ്പം ലഭിച്ചിരിക്കുന്നത് ഈ ഹോൾഡർ ആയിരിക്കും. മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹോൾഡർ ഉപയോഗിച്ചും പോട്ടിലോ ബാഗിലോ ഡ്രമ്മിലോ ഡ്രാഗൺ കൃഷി സെറ്റ് ചെയ്യാവുന്നതാണ്. എപ്പോഴും കുറച്ച് വീതിയുള്ള മാധ്യമത്തിൽ ഡ്രാഗൺ നടുന്നതാണ് കൂടുതൽ വിളവ് ലഭിക്കാൻ നല്ലത്. താങ്ക് യു.